സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ സുരക്ഷയ്ക്കായി നടപ്പിലാക്കിയ മെഡിസിപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനെതിരെ വ്യാപക പരാതി. 1.25 ലക്ഷത്തിലധികം ജീവനക്കാരുടെ ക്ലെയിമുകൾ നിസ്സാര കാരണം പറഞ്ഞ് കമ്പനി തള്ളിയെന്നാണ് പരാതി. ഒന്നാം ഘട്ടത്തിലെ പാകപ്പിഴവുകൾ പരിഹരിച്ച് രണ്ടാം ഘട്ടം നടത്തുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. ഈ വാഗ്ദാനമാണ് പാഴ്വാക്കായത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസിപ്പ് വഴി ലഭിക്കേണ്ട ക്ലെയിമുകളാണ് അധികൃതരുടെ അനാസ്ഥയിൽ മുടങ്ങിപ്പോയത്. 1.25 ലക്ഷത്തോളം വരും. ഇത് ഗുരുതര സ്വഭാവമുള്ളതും അല്ലാത്തതുമായി ആശുപത്രിയിലെത്തിയവരാണ് ഇതിലൂടെ ദുരിതത്തിലായത്. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞാണ് മെഡിസിപ്പ് ആനുകൂല്യം നിഷേധിക്കുന്നതെന്നാണ് പരാതി. ഒന്നാം ഘട്ടത്തിലുണ്ടായിരുന്ന പാകപ്പിഴവുകളെല്ലാം പരിഹരിച്ചാകും രണ്ടാം ഘട്ടം എന്നായിരുന്നു സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. ഇതാണ് പാഴ്വാക്കായി മാറുന്നത്. പ്രതിമാസം 500 രൂപ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിലും ചെലവിന്റെ 1/4 പോലും നൽകുന്നില്ല എന്നും പരാതിയുണ്ട്. ഇതിനേക്കാൾ പ്രീമിയം കുറഞ്ഞ കമ്പനികൾ ഫുൾ കവറേജ് നൽകുമ്പോഴാണ് സർക്കാരിന്റെ സ്വന്തം പോളിസിയുടെ വഞ്ചന. നിർബന്ധിത പോളിസി ആയതുകൊണ്ട് തന്നെ പലർക്കും പിന്മാറാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ മെഡിസിപ്പ് തുക ആശുപത്രികൾക്ക് കൃത്യമായി നൽകാത്തതിനാൽ ഒട്ടുമിക്ക ആശുപത്രികളും മെഡിസിപ്പ് സ്വീകരിക്കുന്നില്ല എന്ന പരാതി വേറെയും. ചുരുക്കി പറഞ്ഞാൽ മെഡിസിപ്പ് കൊണ്ട് ജീവനക്കാരും പെൻഷൻകാരും കൊടിയ ദുരിതത്തിലായി എന്ന് സാരം. ജനം, തിരുവനന്തപുരം.